സ്കൈലൈൻ മഴവിൽ കൊട്ടാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ 3 സെഗ്മെന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കൈ പാലസ്, സ്കൈലൈൻ ന്യൂസ് ആൻഡ് ടിപ്സ് ഡയറി. അപ്പോൾ നമുക്ക് കാണാം ആദ്യത്തെ സെഗ്മെന്റ് സ്കൈ പാലസ്. പാട്ട് കേട്ട് ഉറങ്ങാനും പാട്ട് കേട്ട് ഉണരാനും ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവും? സാധാരണഗതിയിൽ ആരും ഉണ്ടാവില്ല. എത്ര തിരക്കിനിടയിലായാലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സ്വയം മറന്നു പോകുന്നത് നമ്മുടെ ഈ സംഗീത പ്രേമം കൊണ്ടാണ്. സുന്ദരമായ നമ്മുടെ പ്രകൃതിക്കും ഒരു സംഗീതമുണ്ട്. നമ്മുടെ ചുറ്റിലും നിറഞ്ഞു നിന്ന് നമ്മെ മോഹിപ്പിക്കുന്ന ഒരു സംഗീതം. പുഴയും കടലും കായലുമൊക്കെ സ്വപ്നം കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും ഈ ഒരു സംഗീതം ആസ്വദിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ വെമ്പൽ കൊണ്ടാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, നമുക്കിനിയൊരു ജന്മം കൂടി. പണ്ട് നമ്മൾ സ്വപ്നങ്ങളാണെന്ന് കരുതി ചിന്തിച്ച കാര്യങ്ങൾ ഇന്ന് നമുക്ക് യാഥാർത്ഥ്യമാക്കി തരികയാണ് കമ്മ്യൂണിറ്റി ലിവിങ്. കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടിവരയിടുന്ന ഒരു പേരുണ്ട്, സ്കൈലൈൻ ബിൽഡേഴ്സ്. കാരണം പ്രകൃതിയുടെ മനോഹരമായ തീരത്ത് ഇവർ നമുക്ക് നൽകിയത് സുന്ദരമായ ആവാസ വ്യവസ്ഥകളാണ്. പുഴയും കടലുമെല്ലാം പ്രകൃതി നമുക്കായി കാത്തുവച്ചിരിക്കുന്ന വരദാനങ്ങളാണ്. പ്രകൃതിയുടെ ഈ വരദാനങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ വിവർത്തനം ചെയ്യുന്നവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. തിരമാലകളുടെ സുപ്രഭാതവും പുഴയുടെ താരാട്ടും നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി തീർക്കുവാൻ പോന്നവയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് നിർമ്മിച്ചിട്ടുള്ള വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ. തിരക്കുകളുടെയും സംഘർഷങ്ങളുടെയും നടുവിൽ നിന്ന് ഓടിയൊളിക്കുവാൻ കഴിയുന്ന ശാന്തമായ ലൊക്കേഷനുകൾ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ പ്രത്യേകതകളാണ്. പുഴയോരത്തും കടൽ തീരത്തും സ്കൈലൈൻ ബിൽഡേഴ്സ് തീർത്ത കയ്യൊപ്പുകൾ ഇതിനുദാഹരണങ്ങളാണ്. 4 നൂറ്റാണ്ടോളം നീളുന്ന യാത്രയിൽ കേരളത്തിന്റെ മണ്ണിൽ സ്കൈലൈൻ തീർത്ത സുന്ദരമായ മേൽവിലാസം ജനമനസ്സുകൾക്ക് സ്വീകാര്യമായതും മികച്ച ലൊക്കേഷനുകളിൽ മികച്ച ആവാസ വ്യവസ്ഥകൾ തീർക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ലൊക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളുണ്ട്. പലർക്കും തങ്ങളുടെ ഭവനം ബഹളങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആരാധനാലയങ്ങളോടും അതല്ലാന്നുണ്ടെങ്കിൽ സ്കൂളുകളോട്, കോളേജുകളോട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ഒക്കെ ഏറ്റവും അടുത്ത് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്നാൽ സ്കൈലൈൻ ബിൽഡേഴ്സ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഈ ലൊക്കേഷനിൽ സ്വാഭാവികമായും ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ പ്രസ്തുത പ്രദേശം അത് റെസിഡൻഷ്യൽ ഏരിയയായി ഡിസ്ട്രിക്ട് ടൗൺ പ്ലാൻ സ്കീമിൽ പെടുത്തിയിരിക്കുന്ന ഏരിയ ആണോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്കൈലൈൻ ബിൽഡേഴ്സ് തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ എന്തുമാവട്ടെ ആ ലൊക്കേഷന് അനുസരിച്ചുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ മുൻപിലുള്ള റോഡ്, പുഴ എന്തായാലും അവയ്ക്കനുസരിച്ചിട്ട് അവയോട് ചേർന്ന് അല്ലെങ്കിൽ അതിന് ആയിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഈ പ്രത്യേക സ്ഥലത്ത് എത്ര പേർ താമസിക്കുന്നോ അവർക്ക് എല്ലാവർക്കും തന്നെ ഉതകുന്ന തരത്തിൽ അതിനനുസരിച്ചുള്ള ഒരു ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ഏറെ ശ്രദ്ധിക്കുന്നു. ഏത് കാലത്തിനും അനുയോജ്യമായ ലൊക്കേഷനുകൾ മുൻകൂട്ടി തിരിച്ചറിയുവാനുള്ള സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കഴിവ് ദേശീയ തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നൂതനമായ ആവാസ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുമ്പോൾ പ്രകൃതിയുടെ താളലയങ്ങളെ എങ്ങനെ വിനിയോഗിക്കണമെന്നതും കേരള സമൂഹം തിരിച്ചറിഞ്ഞത് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കയ്യൊപ്പുകളിൽ നിന്നാണ്. കടൽ ഒരു സംഗീതം പോലെ കാതിൽ നിറയുന്ന ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ മലയാളിക്ക് സുന്ദരമായ അനുഭവമാക്കി തീർത്തതും സ്കൈലൈൻ ബിൽഡേഴ്സ് തന്നെയാണ്. ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ സ്കൈലൈൻ നിർമ്മിച്ചിട്ടുള്ള ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ സ്കൈലൈന് മാത്രം സ്വന്തമായ ഡിസൈനിംഗ് മികവിന്റെ നേർക്കാഴ്ചകളാണ്. വില്ലകളും അപ്പാർട്ട്മെന്റുകളുമായി 14ഓളം പ്രോജക്റ്റുകളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് കോഴിക്കോടിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോടിന്റെ മണ്ണിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് യാഥാർത്ഥ്യമാക്കിയ ആദ്യ പ്രൊജക്റ്റായ മറൈൻ ഗേറ്റ് മുതൽ ബീച്ച് ലൊക്കേഷനുകൾക്ക് സ്കൈലൈൻ ബിൽഡേഴ്സ് കൽപ്പിക്കുന്ന പ്രാധാന്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കടലിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ അനാവരണം ചെയ്യുന്നവയാണ് കടൽ കാഴ്ചകളിലേക്ക് കൺ തുറക്കുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഓരോ പാർപ്പിട സമുച്ചയവും.
1992 സ്കൈലൈൻ എന്ന മേൽവിലാസം കോഴിക്കോടിന് പരിചയപ്പെടുത്തുന്നത് സ്കൈലൈൻ മെറൈൻ ഗേറ്റ് എന്ന അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിലൂടെയാണ്. 27 അപ്പാർട്ട്മെൻറ്റുള്ള ഈ പ്രൊജക്റ്റ് സ്കൈലൈൻ്റെ തന്നെ 6ാമത്തെ പ്രൊജക്റ്റാണ്. സ്കൈലൈൻ കോഴിക്കോട് അന്ന് തൊട്ട് ഇന്ന് വരെ 14ഓളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ 14 പ്രൊജക്റ്റുകൾ 4 എണ്ണം ഇൻക്ലൂഡിങ് സ്കൈലൈൻ മെറൈൻ ഗേറ്റ് ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ ഏറെ പ്രത്യേകത കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലൊക്കേഷനും ഡിസൈനും എല്ലാമാണ്. വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റുകൾക്ക് പേര് കേട്ടിട്ടുള്ള സ്കൈലൈൻ കോഴിക്കോടിന് അത് പരിചയപ്പെടുത്തുന്നത് 3 പ്രൊജക്റ്റുകളിലൂടെയാണ്. ലയൺസ് പാർക്കിന് ഓപ്പോസിറ്റുള്ള സ്കൈലൈൻ സീ വിൻഡ്, കോർപ്പറേഷൻ ഓഫീസിൻ്റെ അടുത്തുള്ള സ്കൈലൈൻ ബേ വാട്ടേഴ്സ്, ബോംബെ ഹോട്ടലിനടുത്തുള്ള സ്കൈലൈൻ ഓഷ്യാനിക് എന്നീ പ്രൊജക്റ്റുകളാണത്. ഇതിൽ തന്നെ എടുത്തു പറയാവുന്നതാണ് സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സ്കൈലൈൻ ബേ വാട്ടേഴ്സ്. കോഴിക്കോടുള്ളവരും കോഴിക്കോട് വന്നു പോകുന്നവരും പണ്ട് ബീച്ചിൻ്റെ ലാൻഡ്മാർക്കായി പറഞ്ഞിരുന്നത് കോർപ്പറേഷൻ ഓഫീസാണ്. ഇന്ന് അത് മാറി സ്കൈലൈൻ ബേ വാട്ടേഴ്സ് എന്നൊരു പ്രൊജക്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. ചരിത്രത്തിന്റെ നിരവധി നാഴികക്കല്ലുകൾ അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ ഭവന സ്വപ്നങ്ങളുടെ മറ്റൊരു നാഴികക്കല്ലായി മാറുകയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. സീ വിൻഡ്, ബേ വാട്ടേഴ്സ്, ഓഷ്യാനിക് തുടങ്ങിയവയാണ് കോഴിക്കോടിന്റെ മണ്ണിൽ സ്കൈലൈൻ തീർത്ത ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ. കാലവും ചരിത്രവും സാക്ഷിയാകുന്ന കണ്ണൂരിലെ പയ്യാമ്പലത്ത് സ്കൈലൈൻ ബിൽഡേഴ്സ് തീർത്ത ക്ലിഫ് വാട്ടേഴ്സും സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. 27 അപ്പാർട്ട്മെന്റുകളുള്ള മറൈൻ ഗേറ്റ് പ്രൊജക്ടിലൂടെ കോഴിക്കോടിന്റെ മണ്ണിൽ ഹരിശ്രീ കുറിച്ച സ്കൈലൈൻ ബിൽഡേഴ്സ് 78 അപ്പാർട്ട്മെന്റുകളുള്ള സ്കൈലൈൻ പെറ്റലിൽ എത്തി നിൽക്കുകയാണ്. ഇത് കോഴിക്കോടുള്ള സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ 14ാമത്തേതും ഏറ്റവും പുതിയതുമായ പ്രോജക്റ്റാണ്. ഞങ്ങളുടെ ഏറ്റവും പുതിയ ലോഞ്ചായ സ്കൈലൈൻ പെറ്റൽസ് കോഴിക്കോടിന് സ്കൈലൈൻ്റെ 14ാമത്തെ പ്രൊജക്റ്റാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പൊറ്റമ്മൽ പാലാഴി റോഡിലാണ്. അതായത് മാവൂർ റോഡിനും ബൈപ്പാസിനും ഇടയിലാണ് സ്കൈലൈൻ പെറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിനായാലും ഓൺ ലിവിങ്ങിനായാലും ഒരു നല്ലൊരു പ്രൊജക്റ്റാണ് സ്കൈലൈൻ പെറ്റൽസ്. 91 അപ്പാർട്ട്മെന്റുകളുള്ള സ്കൈലൈൻ ഗാർനറ്റ് ആണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ പ്രോജക്റ്റ്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ലൊക്കേഷൻ മികവിന് അടിവരയിടുന്നവയാണ് കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന 3 പാർപ്പിട സമുച്ചയങ്ങൾ. ഇതിലെടുത്തു പറയുവാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റാണ് സ്കൈലൈൻ ബേ വാട്ടേഴ്സ്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കോഴിക്കോടുള്ള ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കേരളത്തിലെ 57ാമത്തെ പ്രോജക്റ്റാണ് ബേ വാട്ടേഴ്സ്. 22 അപ്പാർട്ട്മെന്റുകളാണ് സ്കൈലൈൻ ബേ വാട്ടേഴ്സിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ബേ വാട്ടേഴ്സിന് ഇരുവശത്തുമായി വരുന്നവയാണ് 19 അപ്പാർട്ട്മെന്റുകളുള്ള സീ വിൻഡും 77 അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഓഷ്യാനിക്കും. പുഴയും കടലുമെല്ലാം മാറിലടിഞ്ഞ് പച്ചപ്പട്ടു ചുറ്റി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രകൃതിയുടെ ആത്മാവിലാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് തങ്ങളുടെ കയ്യൊപ്പുകൾ തീർക്കാറുള്ളത്. അതും പ്രകൃതി പോലെ സുന്ദരമായ ആവാസ വ്യവസ്ഥകൾ രൂപപ്പെടുത്തിക്കൊണ്ട്. ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല, ലൊക്കേഷന് അനുസൃതമായി പാർപ്പിട സമുച്ചയങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിലും പ്രത്യേകമായൊരു മികവ് പ്രകടിപ്പിക്കുന്നവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. സ്കൈലൈൻ ബിൽഡേഴ്സിനെ കേരളത്തിലെ നമ്പർ 1 ബിൽഡറാക്കി മാറ്റുന്നതും ഇത്തരം മികവുകളുടെ കൂട്ടായ്മയാണ്. റിവർ ഫ്രണ്ട് ആയാലും വാട്ടർ ഫ്രണ്ട് ആയാലും കോമൺ അമ്യൂണിറ്റീസിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ സ്കൈലൈൻ ബിൽഡേഴ്സിന് കഴിയുന്നതും പ്രകൃതിയുടെ ഹൃദയതാളങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടാണ്. വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ സുന്ദരമായ കാഴ്ചയെ ഒരേ സമയം നിരവധി കുടുംബങ്ങൾക്ക് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിനാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. നൂതനമായ ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തി അതിന്റെ ഭാഗമാക്കി ഓരോ കുടുംബത്തിനെയും മാറ്റുന്ന സ്കൈലൈൻ മാജിക് പുതിയൊരു പാർപ്പിട സംസ്കാരത്തിന് കൂടി കാരണമായി തീരുന്നുണ്ട്. പുഴയായാലും കടലായാലും അതിന്റെ ഹൃദയഹാരിയായ കാഴ്ചകളുടെ മുനമ്പാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത്. ഉല്ലാസപൂർണമായ ഒരു മാനസികാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനോടൊപ്പം ആധുനിക സാഹചര്യങ്ങളോട് കൂടിയ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിയുന്നതും മറ്റ് ബിൽഡർമാരിൽ നിന്ന് സ്കൈലൈൻ ബിൽഡേഴ്സിനെ വേറിട്ട് നിർത്തുന്ന ഘടകമാണ്. പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രാധാന്യം നൽകുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ രീതി കേരളത്തിലെ ഇതര ബിൽഡർമാർക്ക് ആർക്കും തന്നെ അവകാശപ്പെടുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് പ്രവാസികളുടെ ഭവന സ്വപ്നങ്ങൾക്ക് സ്കൈലൈൻ ബിൽഡേഴ്സ് നൽകുന്ന പ്രാധാന്യവും. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് മുൻപിൽ ഋതുഭേദങ്ങൾ വിരുന്നെത്തുന്ന ജാലകങ്ങളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ഇവർക്കായും കാത്തുവെക്കുന്നത്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ മാത്രം പ്രത്യേകതയായ സ്കൈലൈൻ ഇന്റീരിയേഴ്സും
സ്കൈലൈൻ ഹോം കെയറും സ്കൈലൈൻ ആഫ്റ്റർ സെയിൽ സർവീസും ഗുണകരമായി ഭവിക്കുന്നതും പ്രവാസികളായ ആളുകൾക്കാണ്. Skyline Builders today is one of the well-accepted builder among the NRIs. When I say well-accepted, no reason is people have confidence in Skyline. I can very proudly say that people have confidence in Skyline because delivery is a very important factor on NRIs because it's hard-earned money. Each and every fills or rather dirhams is hard-earned. So, this paisa invest NRIs they are really concerned about it because project deliver on timely delivery their money is stale. So that is one important factor. Second thing, the range of selection. See, Skyline is the only builder who have projects right from Trivandrum to Kannur. All major 7 to 8 cities we have projects like Trivandrum project under Tiruvallai under Kottayam under. We are coming up in Pala very soon. Alappuzha we are coming up with the project very soon. Then we have in Thrissur. Cochin, of course, Cochin, then Thrissur, then we have in Calicut, Kannur, Talasheri, we have a land. So, we are spread across Kerala. So, that is another thing why people accept Skyline as one of the best builders in Kerala. And third factor, if you look at, is the quality of construction. See, we ensure the quality of construction right from the piling, even after the completion of the apartment, or for the matter of the final specifications, whatever you talk about. We ensure the quality. We have a dedicated customer service wing. So probably these are a few things why Skyline is accepted well in the market today. ആകാശത്തോളം അതിരുകളുള്ള നമ്മുടെ പാർപ്പിട സ്വപ്നങ്ങൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥകളാണ് സ്കൈലൈൻ ഒരുക്കി വയ്ക്കാറുള്ളത്. ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ വഴികാട്ടിയായി ഒപ്പം നടക്കുന്നുവെന്നതും സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ മൂല്യങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. സ്വപ്നസുന്ദരമായ ഒരു ആവാസ വ്യവസ്ഥ, അതിൽ തലമുറകളിലേക്ക് കൈമാറുവാനുള്ള ഒരു മേൽവിലാസം, അതാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് 1/4 നൂറ്റാണ്ടായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റ്സ് അതെങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിന് ഉദാഹരണമാണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കോഴിക്കോടുള്ള ബേ വാട്ടേഴ്സ്. കടൽ ഒരു തീമായി നിറയുന്ന ബേ വാട്ടേഴ്സിലെ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് നാം ഇനി പോകുന്നത്. അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന് നാം അകത്ത് കടക്കുക. കടൽ സ്വപ്നം കാണുന്നൊരു മനസ്സോടെയായിരിക്കും. പ്രത്യേകം ഫോയർ രൂപപ്പെടുത്തിയിരിക്കുന്ന ഇടനാഴിയുടെ ഒരു വശത്താണ് ഫോമൽ ലിവിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പേസ് ഒട്ടും നഷ്ടപ്പെടുത്താതെയാണ് ഫോമൽ ലിവിംഗിലെ ഫർണിച്ചറുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫോമൽ ലിവിംഗിനോട് അനുബന്ധമായി വിശാലമായ സ്പേസ് രൂപപ്പെടുത്തിയാണ് അപ്പാർട്ട്മെന്റിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വിശാലമായ ഹാളിന്റെ മധ്യത്തിലാണ് ഫാമിലി ലിവിംഗ് ഒരുക്കിയിട്ടുള്ളത്. കടൽ ഒരു സ്വപ്നം പോലെ വന്നു നിറയുന്ന ഇടമാണ് ഈ ഫാമിലി ലിവിംഗ് ഏരിയ. കടലിന്റെ സ്വപ്ന സാമീപ്യത്തിലേക്ക് സ്കൈലൈൻ ബിൽഡേഴ്സ് എങ്ങനെയാണ് അപ്പാർട്ട്മെന്റുകൾ ഡിസൈൻ ചെയ്യുന്നത് എന്നതിന് സാക്ഷ്യപത്രം കൂടി നൽകും ഈ അപ്പാർട്ട്മെന്റ്. കടൽ കാഴ്ചകളെ അകത്തളങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്ന ഗ്ലാസ് വാൾ നമുക്ക് പകരുക പുതിയൊരു ഊർജ്ജമാണ്. കുലീനമായ ഫർണിച്ചറുകൾ സ്വന്തമാക്കിയ ലിവിംഗിൽ നിന്നും നമുക്ക് നേരിട്ട് വിശാലമായ ഓപ്പൺ വരാന്തയിലേക്ക് കടക്കാം. കടൽക്കാറ്റിന് ഹൃദയവാതിൽ തുറന്നുകൊടുത്ത് അനന്തതയെ പ്രണയിച്ചു നിൽക്കാൻ കഴിയും വിധത്തിലാണ് ഓപ്പൺ ബാൽക്കണിയുടെ ഡിസൈനിങ്. സ്വയം തിരിച്ചുപിടിക്കുന്ന നിമിഷത്തിൽ നാം തിരിച്ചറിയുന്നതും സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഡിസൈൻ മികവ് തന്നെയായിരിക്കും. ഓപ്പൺ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശവും കടലും ഒന്നാകുന്ന കാഴ്ച നമുക്ക് കാണാം. തിരയുടെ ഭാവമാറ്റങ്ങളെ സൂര്യപ്രകാശത്തിന്റെ ഘടികാര സൂചി കൊണ്ടളന്ന് എത്ര സമയം വേണമെങ്കിലും നമുക്ക് മടുപ്പില്ലാതെ ഇവിടെ കാത്തു നിൽക്കുവാൻ കഴിയും. ഫാമിലി ലിവിംഗിൽ നിന്ന് പ്രവേശിക്കുക ഡൈനിങ് ഏരിയയിലേക്കാണ്. അലങ്കാരങ്ങൾക്കപ്പുറം സ്പേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഡിസൈൻ ശൈലിയാണ് ഈ അപ്പാർട്ട്മെന്റിനെ മനോഹരമാക്കി തീർക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഇടതുഭാഗത്തായാണ് ക്രോക്കറി ഷെൽഫിന്റെ സ്ഥാനം. 8 പേർക്ക്
ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലാണ് ഗ്ലാസ് ടോപ്പോട് കൂടിയ ഡൈനിങ് ടേബിൾ നൽകിയിട്ടുള്ളത്. ഡൈനിങ്ങിനോട് ചേർന്ന് ചെറിയ ബാൽക്കണിയാണ് വാഷ് ബേസിൻ ഏരിയയായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നാണ് 3 കിടപ്പറകളിലേക്കും അടുക്കളയിലേക്കും പ്രവേശനം ഒരുക്കിയിട്ടുള്ളത്. സ്പേസ് യൂട്ടിലൈസേഷന്റെ മനോഹാരിതയാണ് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ അടുക്കളയെ വേറിട്ടതാക്കി തീർക്കുന്നത്. സ്റ്റോറേജ് സ്പേസിന്റെ ഭാഗമായാണ് പാൻട്രി ഏരിയ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം പാർട്ടീഷൻ നൽകി വർക്കിംഗ് ഏരിയ കൂടി അടുക്കളയുടെ ഭാഗമാക്കി തീർക്കുന്നുണ്ട്. ഡൈനിങ്ങിനോട് അനുബന്ധമായി 3 കിടപ്പറകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കടലിന്റെ വ്യത്യസ്തമാർന്ന ഭാവങ്ങളാണ് ഓരോ കിടപ്പറയും നമുക്ക് സമ്മാനിക്കുക. കടൽ കാഴ്ചകളുടെ മായികതയാണ് ഈ കിടപ്പറകളുടെ എല്ലാം മുഖമുദ്ര. 2 കിടപ്പറകൾ കടൽ കാഴ്ചകൾ സമ്മാനിക്കുന്ന ബാൽക്കണിയോട് കൂടിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. വിശാലമായ ഓപ്പൺ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാവുന്ന വിധത്തിലാണ് ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്പേസ് ഒട്ടും നഷ്ടപ്പെടുത്താതെയാണ് വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ബാൽക്കണിയോട് കൂടിയാണ് മറ്റൊരു ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ ഭാഗമാക്കിയിട്ടുള്ളത്. ഒരു വശത്തായി ഇൻബിൽറ്റ് വാർഡ്രോബ് നൽകിയാണ് കിടപ്പറയുടെ സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലാവ് ചുംബിക്കുന്ന കടൽ കണ്ടുറങ്ങുന്ന ഓരോ ശുഭരാത്രിയുമാണ് ഈ കിടപ്പറ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ ഓരോ നിമിഷത്തിലും ഒരു ഓർമ്മപ്പെടുത്തലായി കടലിനെ കരുതി വയ്ക്കുവാൻ കഴിയുന്നുവെന്നതാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. ഫോമൽ ലിവിംഗിൽ നിന്ന് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വന്തമായ അസ്തിത്വവും സ്വകാര്യതയും നൽകിയാണ് ഹോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ ഹോം തിയേറ്റർ ഒരേ സമയം സ്പേസ് യൂട്ടിലൈസേഷന്റെയും സാഗര സംഗീതത്തിന്റെയും മനോഹാരിത നമുക്ക് പകർന്നു തരും. ഇവിടെ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിൽ പ്രത്യേകം ബാൽക്കണി കൂടി ഒരുക്കിയിട്ടുണ്ട്. ആധുനിക ശൈലിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള 2 കിടപ്പറകളാണ് ഹോം തിയേറ്ററിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. സ്പേസിന് പ്രാധാന്യം നൽകി നിർമ്മിച്ചിട്ടുള്ള ഈ കിടപ്പറകളോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം സംവിധാനം നൽകിയിട്ടുണ്ട്. ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകളിലേക്ക് കടലിന്റെ ഭാവങ്ങളെ എത്ര മനോഹരമായി ആലേഖനം ചെയ്യാമെന്ന് വ്യക്തമാക്കുന്നതാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ അപ്പാർട്ട്മെന്റ്. പ്രകൃതിയുടെ വരദാനങ്ങളെ നമ്മുടെ പാർപ്പിട സ്വപ്നങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നതിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് പുലർത്തുന്ന മികവ് നമ്മുടെ മനസ്സിൽ കോറിയിടുന്ന ഒരു വിശ്വാസ്യതയുണ്ട്. അത് തന്നെയാണ് സ്കൈലൈൻ എന്ന മേൽവിലാസത്തെ അലങ്കാരമാക്കി മാറ്റുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും. കടലൊരു സ്വപ്നം പോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും നാം ഇനി പോകുന്നത് നമ്മുടെ 2ാമത്തെ സെഗ്മെന്റായ സ്കൈലൈൻ ന്യൂസിലേക്കാണ്. അപ്പോൾ നമുക്ക് കാണാം സ്കൈലൈൻ ന്യൂസ്. കോഴിക്കോടിന്റെ ഭവന സ്വപ്നങ്ങൾക്ക് മുകളിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് തീർക്കുന്ന ഏറ്റവും പുതിയ കയ്യൊപ്പാണ് സ്കൈലൈൻ പെറ്റൽ. നിർമ്മാണം പൂർത്തിയായ 13 പ്രോജക്റ്റിലും സ്കൈലൈൻ ബിൽഡേഴ്സ് കാത്തുവെച്ച വിശ്വാസ്യതയുടെ തുടർച്ചയാണ് പുതിയ പ്രോജക്റ്റായ സ്കൈലൈൻ പെറ്റൽസിലും വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്കൈലൈൻ പെറ്റലിന്റെ ലൊക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനോട് അടുത്ത് കിടക്കുന്ന സൈബർ പാർക്കിന്റെ പണി പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഈ സൈബർ പാർക്കിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഹൗസിംഗ് രംഗത്ത് വലിയൊരു റിക്വയർമെന്റ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഫ്ലാറ്റുകൾ റെന്റ് ഔട്ട് ചെയ്യുവാനും തിരിച്ചു വിൽക്കുവാനും സാധിക്കും. ഈ ഒരു സൗകര്യത്തിനായി ഞങ്ങളുടെ തന്നെ ഹോം കെയർ എന്ന് പറയുന്ന സർവീസ് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾ റീസെൻ്റ്ലി പണി പൂർത്തീകരിച്ച സ്കൈലൈൻ ഗാർനറ്റ് എന്നുള്ള പ്രൊജക്ട് 2009 ലോഞ്ച് ചെയ്യുമ്പോൾ 2000 രൂപ 2100 രൂപ എന്നുള്ള സ്ക്വയർ ഫീറ്റ് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ റീസെയിൽ വാല്യൂ 4400 രൂപയോളം എത്തി നിൽക്കുകയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആയതായിട്ട് കാണുവാൻ സാധിക്കും. ആ ഒരു ആംഗിളിൽ സംസാരിക്കുകയാണെങ്കിൽ സ്കൈലൈൻ പെറ്റൽ എല്ലാം കൊണ്ടും ഒരു ഓർഡിനറി പ്രൈസിലുള്ള എക്സ്ട്രാ ഓർഡിനറി പ്രൊജക്റ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ലൊക്കേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിർമ്മാണ രീതിയാണ് കോഴിക്കോടിന്റെ മണ്ണിൽ സ്കൈലൈൻ എന്ന മേൽവിലാസത്തെ വേറിട്ട് നിർത്തുന്നത്. 1/4 നൂറ്റാണ്ടോളം നീളുന്ന പാർപ്പിട സ്വപ്നങ്ങളുടെ നിർമ്മാണ വഴിയിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് തീർത്ത ഓരോ പാർപ്പിട സമുച്ചയവും ഇന്ന് പ്രകീർത്തിക്കപ്പെടുന്നതും ലൊക്കേഷൻ മികവിന്റെ അടിസ്ഥാനത്തിലാണ്. കോഴിക്കോടിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് വിഭാവനം ചെയ്യുന്ന ഏറ്റവും പുതിയ പ്രോജക്റ്റായ സ്കൈലൈൻ പെറ്റലും ആകർഷകമായി തീരുന്നത് ലൊക്കേഷൻ മികവ് കൊണ്ട് തന്നെയാണ്. സൈബർ പാർക്കിന് സമീപം മാവൂർ റോഡിൽ പൊറ്റമ്മലിലായാണ് സ്കൈലൈൻ പെറ്റലിന്റെ ലൊക്കേഷൻ. 115ാമത്തെ പ്രോജക്റ്റും കോഴിക്കോട്ടെ 14ാമത്തെ പ്രോജക്റ്റുമാണ് സ്കൈലൈൻ പെറ്റൽ. പൊറ്റമ്മലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സ്കൈലൈൻ പെറ്റൽ നൂതനമായ ഒരു ആവാസ വ്യവസ്ഥയെയാണ് കോഴിക്കോടിന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 78 കുടുംബങ്ങളെയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുന്നത്.
സ്കൈലൈൻ പെറ്റലിൽ 3 വിധം അപ്പാർട്ട്മെൻറ്റുകളാണ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 925 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, 1116 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം പ്ലസ് 1 സ്റ്റഡി റൂം, 1136 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം എന്നിങ്ങനെയാണ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഫ്ലോർ പ്ലാൻസ്. ഇതിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബെഡ്റൂംസും ഡൈനിങ് റൂം, ലിവിംഗ് റൂം കിച്ചൺ എന്നിങ്ങനെയുള്ളവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നഗരത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്കൈലൈൻ പെറ്റൽ ആകർഷണീയമായാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 BHK, 2 BHK പ്ലസ് സ്റ്റഡി റൂം, 3 BHK തുടങ്ങിയ അപ്പാർട്ട്മെന്റുകളാണ് സ്കൈലൈൻ പെറ്റലിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. സ്കൈലൈൻ എന്ന മേൽവിലാസത്തിന് അലങ്കാരമാകാറുള്ള കോമൺ അമ്യൂണിറ്റീസ് തന്നെയാണ് സ്കൈലൈൻ പെറ്റലിന്റെയും സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത്. നഗരസ്പന്ദനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്കൈലൈൻ പെറ്റലിൽ സർവലൈൻസ് ക്യാമറ, ഇന്റർകോം തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് 24 മണിക്കൂർ സുരക്ഷാ സംവിധാനം തീർത്തിരിക്കുന്നത്. ഇതിനു പുറമെ സ്വിമ്മിംഗ് പൂൾ വിത്ത് പാർട്ടി ഡെക്ക്, മൾട്ടിപർപ്പസ് റിക്രിയേഷൻ ഹാൾ, ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയവയും സ്കൈലൈൻ പെറ്റലിന്റെ സ്വന്തമാണ്. കോഴിക്കോട് നഗരത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് അനുരൂപമായ അന്തരീക്ഷമാണ് സ്കൈലൈൻ പെറ്റലിലൂടെ സ്കൈലൈൻ ബിൽഡേഴ്സ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. സൈബർ പാർക്കിൽ നിന്ന് 1.4 കിലോമീറ്ററും NH ബൈപ്പാസിൽ നിന്ന് 1.2 കിലോമീറ്ററും മാത്രം അകലെയാണ് നൂതനമായ ഒരു ആവാസ വ്യവസ്ഥ സ്കൈലൈൻ ബിൽഡേഴ്സ് രൂപപ്പെടുത്തുന്നത്. സുന്ദരമായൊരു മേൽവിലാസം, ഒപ്പം സുന്ദരമായ ഒരു ജീവിതാന്തരീക്ഷവും. അതാണ് സ്കൈലൈൻ പെറ്റൽ. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് സ്കൈലൈൻ പെറ്റലിലൂടെ നിങ്ങൾക്കും ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാം. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. സ്കൈലൈൻ ബിൽഡേഴ്സ്, സ്കൈലൈൻ ബേ വാട്ടേഴ്സ്, നിയർ കോർപ്പറേഷൻ ഓഫീസ്, ബീച്ച് റോഡ്, കാലിക്കറ്റ്. ഇമെയിൽ calicut.marketing@skylinebuilders.com. ഫോൺ 0495 409909 409909. മൊബൈൽ 9847324060. പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് കാത്തുവെക്കുന്ന കാലാനുസൃതമായ മാറ്റങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ടിപ്സ് ഡയറിയിലൂടെ നമ്മൾ കണ്ടത്. എന്തായാലും ഈ ആഴ്ച അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം ടിപ്സ് ഡയറി. ഒരു കെട്ടിടത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. കെട്ടിടത്തിൽ വരുന്ന ലോഡ്, കെട്ടിടത്തിൻ്റെ ആയിട്ടുള്ള ലോഡ്, അതുപോലെ തന്നെ അതിൻ്റെ ലൈവ് ലോഡ്, അതിൽ വരുന്ന ലൈവ് ലോഡ് അത് ഭൂമിയിൽ, അത് ആ കെട്ടിടം നിൽക്കുന്ന ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫങ്ഷനാണ് അതിൻ്റെ ഫൗണ്ടേഷനുള്ളത്. ആ കെട്ടിടം നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ് ഫൗണ്ടേഷൻ്റെ ടൈപ്പ് നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ കെട്ടിടത്തിൽ നിന്ന് വരുന്ന അതിൻ്റെ വെയ്റ്റും അത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടീസും കണക്കാക്കിയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ നിശ്ചയിക്കുന്നത്. ഈ ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസൈനിലും അതിൻ്റെ കൺസ്ട്രക്ഷനിലും വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫൗണ്ടേഷൻ നിശ്ചയിക്കുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്. പൈൽ ഫൗണ്ടേഷൻസ് ഉണ്ട്, റാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫുട്ടിങ്സ് ഉണ്ട്. പൈൽ ഫൗണ്ടേഷൻ ചെയ്യാനുള്ള കാരണം ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സോയിലിൻ്റെ പ്രോപ്പർട്ടി വളരെ ലൂസ് ആയതുകൊണ്ടായിരിക്കും. സാധാരണഗതിയിൽ പൈൽ ഈ കെട്ടിടത്തിൻ്റെ വെയിറ്റ് നേരെ റോക്കിലേക്ക് അല്ലെങ്കിൽ സാൻഡി ലെയർ ആണെങ്കിൽ ഫ്രിക്ഷൻ പൈലായിട്ട് ഡിസൈൻ ചെയ്ത് അത് ആ സാൻഡിൽ കൂടെ ഭൂമിയിലേക്ക് ആ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫംഗ്ഷനാണ് പൈലിനുള്ളത്. അപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കണക്കാക്കിയതിന് ശേഷമാണ് ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഈ പൈൽസ് എല്ലാം അത് എടുക്കേണ്ട ലോഡ് എടുക്കും എന്ന് തീർപ്പ് വരുത്തേണ്ട ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സൈറ്റുകളിൽ ഈ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓൺ പ്രോസസ് ക്വാളിറ്റി കൺട്രോളോടുകൂടി സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പൈൽ ലോഡ് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നോർമലി ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 ടൈംസ് ഓഫ് ദി ഡിസൈൻ ലോഡാണ്.
ഉദാഹരണത്തിന് 100 ടൺസാണ് ഒരു പൈലിൻ്റെ ഡിസൈൻ ലോഡ് എന്ന് വെച്ചാൽ നമ്മൾ 150 ടൺസിനാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. ലോഡ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈൽ ടോപ്പ് സർഫസ് പ്രിപ്പറേഷനാണ്. ഈ സർഫസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ വെയ്റ്റ് ജാക്കി വെച്ചതിന് ശേഷം ലോഡ് പ്ലാറ്റ്ഫോം തയ്യാറാക്കാനായിട്ട് ഗേർഡേഴ്സ് ആദ്യം സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ സാൻഡ് ബാഗ്സ് സ്റ്റാക്ക് ചെയ്ത് റിക്വയർഡ് ലോഡിലോട്ട് അതിനെ എത്തിക്കുന്നു. ദെൻ ലോഡ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ലോഡിൻ്റെ 20% ആണ്. ഈ 20% ഓഫ് ലോഡ് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് നമ്മൾ ഡയൽ ഗേജിൽ നോട്ട് ചെയ്യുന്നു. ദെൻ മാക്സിമം ലോഡ് എത്തിയതിന് ശേഷം ഈ ലോഡ് നമ്മൾ 24 hours റീറ്റെയിൻ ചെയ്യുന്നു. 24 hours റീറ്റെയിൻ ചെയ്തതിന് ശേഷം ലോഡ് നമ്മൾ റിലീസ് ചെയ്ത് അതിൻ്റെ റീബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പൈൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സെറ്റിൽമെൻറ്റ് മൈനസ് റീബൗണ്ടാണ്. IS കോഡ് പ്രകാരം മാക്സിമം അലൗബിൾ സെറ്റിൽമെൻറ്റ് ഒരു പൈലിൻ്റെ 12 mm ആണ്. പക്ഷേ സ്കൈലൈൻ ബിൽഡേഴ്സ് മാക്സിമം അലൗബിൾ സെറ്റിൽമെൻറ്റ് ഒരു പൈലിൻ്റെ 8 mm ആക്കിയിട്ടാണ് എടുക്കുന്നത്. ദെൻ 8 mm മുകളിലാണ് സെറ്റിൽമെൻറ്റ് എന്നുണ്ടെങ്കിൽ പൈല് അതിനനുസരിച്ച് റീഡിസൈൻ ചെയ്ത് വീണ്ടും നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ മഴവിൽ കൊട്ടാരങ്ങളിലൂടെ മാറ്റങ്ങളുടെ വഴി തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് ഇതേ സമയം ഇതേ ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈജി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.